മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്ന കേസ് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട് ലോകായുക്ത. കേസിൽ ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും ഭിന്നാഭിപ്രായമുണ്ടായതിനാലാണ് മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത്. മന്ത്രിസഭാ തീരുമാനത്തിൽ അന്വേഷണത്തിന് ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിലായിരുന്നു ഭിന്നാഭിപ്രായം. നിയമ പോരാട്ടം തുടരുമെന്ന് ഹർജിക്കാരനായ RS ശശികുമാർ പറഞ്ഞു. ലോകായുക്ത സിറിയക് ജോസഫും ഉപലോകായുക്ത ഹാറൂൺ ഉൽ റഷീദും ഉൾപ്പെട്ട ബെഞ്ചാണ് രാഷ്ട്രീയ കേരളം ഏറെ കാത്തിരുന്ന കേസിൽ വിധി പ്രഖ്യാപിച്ചത്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആർക്ക് തുക അനുവദിക്കണമെന്നത് മന്ത്രിസഭയുടെ വിവേചനാധികാരമാണെന്നായിരുന്നു തുടക്കം മുതൽ സർക്കാരിന്റെ വാദം. ഈ അധികാരപരിധി സംബന്ധിച്ച് തന്നെയായിരുന്നു ലോകായുക്തയും ഉപലോകായുക്തയുമായി വ്യത്യസ്ത അഭിപ്രായമുണ്ടായത്. ഹർജിയിലെ ആരോപണങ്ങളുടെ മെരിറ്റ് സംബന്ധിച്ചും ഭിന്നാഭിപ്രായമുണ്ടായെന്ന് വിധിയിൽ വ്യക്തമാക്കുന്നു. കോടതികളെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രം ഈ കേസിലും ഉണ്ടായെന്ന ആരോപണമാണ് ഹർജിക്കാരൻ ഉയർത്തുന്നത്. അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫൈനൽ വിധി വന്നിട്ടില്ല. അപ്പോൾ മൂന്നംഗ ബെഞ്ചിലേക്ക് വിടുന്നുണ്ട്. ആ മൂന്നംഗ ബെഞ്ച് ഡിലേ വരുത്താൻ പാടില്ല. കാരണം 2018 കൊടുത്ത കേസ് 5ാമത്തെ വർഷമായി. ഇനി നീണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി ബെഞ്ച് ഹിയർ ചെയ്യണം. ഹിയർ ചെയ്ത് സമയബന്ധിതമായി ഈ കേസിൽ ഡിസ്പോസൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിക്കും. സിറിയക് ജോസഫിനും ഹാറൂൺ ഉൽ റഷീദിനും പുറമെ ബാബു മാത്യു പി ജോസഫും കൂടി ഉൾപ്പെട്ട ബെഞ്ചാകും കേസിൽ ഇനി വാദം കേൾക്കുക. കേസ് എന്നു പരിഗണിക്കണമെന്ന് ലോകായുക്ത തീരുമാനിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറെ വിവാദമായ പാറ്റൂർ ഭൂമി ഇടപാടും ലോകായുക്തയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. മന്ത്രിസഭാ തീരുമാനത്തെ ചോദ്യം ചെയ്യാനും അതിൽ അന്വേഷണം നടത്താനും ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ ലോകായുക്തയിൽ ഭിന്നാഭിപ്രായമുണ്ടായത് സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഫുൾ ബെഞ്ചിന് വിട്ടതോടുകൂടി 2018 ഫയൽ ചെയ്ത കേസിൽ അന്തിമവിധി ഇനിയും വൈകും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. അന്തിമമല്ലെങ്കിലും സർക്കാരിനും CPM-നും ഏറെ ആശ്വാസം നൽകുന്നതാണ് ലോകായുക്ത വിധി. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂല പരാമർശം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ പ്രതിസന്ധിയിലാകുമായിരുന്നു. അതേസമയം വിചാരണ ഘട്ടത്തിൽ ഒന്നും ഉണ്ടാകാത്ത ഭിന്നാഭിപ്രായം ലോകായുക്തയിലുണ്ടായത് സംശയത്തോടെ കാണുന്നവർ ഏറെയാണ്. സർക്കാരിനും മുഖ്യമന്ത്രിക്കും താൽക്കാലിക ആശ്വാസം. വിധി എതിരായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജിക്ക് വരെ വഴിതുറന്നേനെ. 4 വർഷത്തിലേറെ എടുത്താണ് കേസിൽ വാദം പൂർത്തിയായത്. വിധി പറയാൻ പിന്നെയും 1 വർഷമെടുത്തു. ഫുൾ ബെഞ്ചിന് വിട്ടതിനാൽ അന്തിമ വിധിക്ക് ഇനിയും വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. ഈ സർക്കാരിന്റെ കാലത്ത് വിധിയുണ്ടാകുമെന്ന കാര്യത്തിലും ഉറപ്പില്ല. ലോകായുക്തയുടെ അമിതാധികാരം ഒഴിവാക്കാനാണ് പുതിയ നിയമനിർമ്മാണത്തിന് നിർബന്ധിതമായതെന്നായിരുന്നു സർക്കാർ ഭാഷ്യം. ഹർജിയിൽ ചോദ്യം ചെയ്തതും അതുതന്നെ. ആ വാദം ഭാഗികമായെങ്കിലും അംഗീകരിക്കപ്പെട്ടതും സർക്കാരിന് നേട്ടമാണ്. വിധിയിൽ പറയുന്നത് ക്യാബിനറ്റിന്റെ തീരുമാനം പരിശോധിക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ടോ എന്ന പ്രശ്നം വിശാല ബെഞ്ച് പരിശോധിക്കണമെന്നാണ്. അവർ പരിശോധിക്കട്ടെ, അത് വന്നതിന് ശേഷം നമുക്ക് പറയാം. അപ്പൊ ആ കാര്യമാണ്. കേസിന്റെ വിചാരണയുടെ ഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത വ്യത്യസ്ത അഭിപ്രായം ഇപ്പോൾ എങ്ങനെയുണ്ടായി എന്ന ചോദ്യം ശക്തമാണ്. ലോകായുക്തയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കേസെന്ന വാദം പലതവണ സർക്കാർ ഭാഗം ഉന്നയിച്ചതാണ്. അതിൽ സംശയമുണ്ടായിരുന്നെങ്കിൽ വിധി പറയാൻ ഇത്രയും കാലതാമസം എന്തിനെന്നാണ് ചോദ്യം. ഇത് യഥാർത്ഥത്തിൽ ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ ഒരു വിധിയാണ് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. നിയമസഭ പാസാക്കിയ ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഗവർണറുടെ തീരുമാനം വരുന്നതുവരെ വിധി വൈകിപ്പിക്കാൻ ശ്രമമുണ്ടായെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. ഇപ്പോഴും ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല. അന്തിമവിധിക്ക് മുൻപ് സർക്കാരിന് അനുകൂലമായ തീരുമാനം ഗവർണർ എടുത്താൽ ലോകായുക്ത നടപടിക്രമങ്ങൾ അപ്രസക്തമാകും. ന്യൂസ് 18, തിരുവനന്തപുരം.